അംഗത്വ നിയമനത്തിനായി PC ചാക്കോ കോഴ വാങ്ങിയെന്ന ആരോപണം. NDA മുന്നണിയിലുള്ള NCPയുടെ നേതാവാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. PSC അംഗം VR രമ്യയുടെ നിയമനത്തിന് PC ചാക്കോ 55 ലക്ഷം രൂപ കോഴയായി വാങ്ങിയെന്നാണ് NCP സംസ്ഥാന പ്രസിഡന്റ് NA മുഹമ്മദ് കുട്ടി ആരോപിക്കുന്നത്. PC ചാക്കോ നേരിട്ടല്ല, തങ്കച്ചൻ എന്ന ബ്രോക്കർ വഴി, അത് ബിജു ആബേലായിരുന്നു അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി. ബിജു ആബേൽ അന്നത്തെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയാണ്. അപ്പോൾ ആ സമയത്ത് ബിജു ആബേൽ സെക്രട്ടറി മാത്രമല്ല, നമ്മുടെ മന്ത്രിയുടെ AK ശശീന്ദ്രൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയായിട്ട് അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. 2 റോളായിരുന്നു. അപ്പോൾ അദ്ദേഹം വഴിയാണ് ഈ കച്ചവടം ഉറപ്പിക്കുന്നതെല്ലാം. അതിൽ വളരെ വ്യക്തമായിട്ട് ബിജു ആബേൽ പറയുന്നുണ്ട്, രമ്യനെ നേരത്തെ അറിയാം, ഗൾഫിലുള്ള ഇയാൾ ഏഷ്യാനെറ്റിൽ പണ്ട് ഗൾഫിലുള്ള സമയത്തെ പരിചയമുണ്ട്, അങ്ങനെയാണ് അവർ സമീപിച്ചതെന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ തങ്കച്ചൻ വഴി 25 ലക്ഷം രൂപ ബിജു ആബേൽ പറയുന്നുണ്ട് ഈ ചേച്ചിക്ക് കൊടുത്തു. അത് ചാക്കോയുടെ ഭാര്യ ലീലാമ്മ എന്ന അവർക്ക് കൊടുത്തു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും കെബിൻ കെന്നഡി ചേരുന്നു. കെബിൻ, നിലവിൽ ഒരു PSC കോഴ ആരോപണം നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ മറ്റൊരു ആരോപണം കൂടി വന്നിരിക്കുന്നത്. PSC നിയമനത്തിനായി PC ചാക്കോ കോഴ വാങ്ങിയെന്നാണ് ഇപ്പോൾ NCP നേതാവ് A മുഹമ്മദ് കുട്ടി ആരോപിക്കുന്നത്. 55 ലക്ഷം രൂപയാണ് കോഴ വാങ്ങിയെന്നാണ് പറയുന്നത്. ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇദ്ദേഹം പറയുന്നത്? PSC കോഴ വിഷയത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായാണ് NDAയുടെ ഭാഗമായിട്ടുള്ള NCPയുടെ സംസ്ഥാന പ്രസിഡന്റ് AN മുഹമ്മദ് കുട്ടി രംഗത്തെത്തിക്കുന്നത്. അതായത് PSC അംഗത്വത്തിനായി 2021 PC ചാക്കോ മെമ്പറായി രമ്യ VR വേണ്ടി 55 ലക്ഷം കോഴയായി വാങ്ങിയിട്ടുണ്ട്. അതിന്റെ സന്ദേശങ്ങൾ ഉൾപ്പെടെ തന്റെ പക്കലുണ്ടെന്നും അത് തെളിവായിട്ട് ക്രൈംബ്രാഞ്ചിന് സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതേപോലെ അതേസമയം മന്ത്രി AK ശശീന്ദ്രന്റെ വിശ്വസ്തൻ വഴി ഇതേ അംഗത്വത്തിന് വേണ്ടി തന്നെ 20 ലക്ഷം രൂപ കോഴയായി മറ്റൊരു വ്യക്തിയായ ലേഖ ഗണേഷിൽ നിന്നും വാങ്ങിയതിന്റെ ശബ്ദ സന്ദേശവും പക്കലുണ്ടെന്നാണ് ഇപ്പോൾ AN മുഹമ്മദ് കുട്ടി പറയുന്നത്. തോമസ് കെ തോമസ് MLA സംസാരിച്ച് ഈ തെളിവുകൾ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ട് മുഖ്യമന്ത്രി ഇത് കേട്ടിട്ടാണോ നിയമസഭയിൽ ഇത്തരത്തിലുള്ള കളവുകൾ പറയുന്നതെന്നൊരു ആശങ്കയും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ ഓഡിയോ തെളിവുകൾ എല്ലാം തന്നെ ക്രൈംബ്രാഞ്ചിന് സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് ഈ രമ്യ VR ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തി വിജിലൻസ് അന്വേഷണം നടത്താമെന്നാണ് പറയുന്നത്. നിലവിൽ ഈ AK ശശീന്ദ്രൻ തോമസിന്റെ ഓഡിയോ സംഭാഷണം ഉടൻ തന്നെ പുറത്തു വിടുമെന്നാണ് പ്രസിഡന്റ് AN മുഹമ്മദ് കുട്ടി പറയുന്നത്. കൂടാതെ ഈ നേരത്തെ 2021 55 ലക്ഷം രൂപ വാങ്ങിച്ചതുമായി ബന്ധപ്പെട്ട് പിരിതുക നേരിട്ടല്ല വാങ്ങിയത്. വിശ്വസ്തനായ തങ്കച്ചൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ PC ചാക്കോയ്ക്ക് വേണ്ടി 55 ലക്ഷം രൂപ വാങ്ങി നൽകിയതെന്നുള്ള നിർണായകമായ വിവരങ്ങളാണ് PSC കോഴ വിഭാഗത്തെ പറ്റി ഇപ്പോൾ പുറത്തു വരുന്നത്. സ്വാതി, കെബിൻ, എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്നത് ചെറിയൊരു വിവാദമല്ല. കാരണം PSC അംഗമായിട്ട് ഇപ്പോൾ VR രമ്യ ഉദ്യോഗസ്ഥയായിട്ട് ജോലി നോക്കുകയാണ്. ഇതിനാണ് 55 ലക്ഷം രൂപ കോഴ വാങ്ങിയെന്ന് പറയുന്നത്. NCPയുടെ BJP ഘടകത്തിലുള്ള നേതാവാണ് ഇപ്പോൾ ഈ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. PC ചാക്കോ NCP നേതാവാണ്. അപ്പോൾ ഈ ഒരു ആരോപണം ഇപ്പോൾ പുറത്തുവിടുന്നതിന് പിന്നിൽ എന്താണ് കാരണം? AN മുഹമ്മദ് കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കുട്ടനാട് MLA തോമസ് വഴി ഈ ഓഡിയോ സന്ദേശങ്ങൾ മുഖ്യമന്ത്രിക്ക് കൈമാറി പരാതിപ്പെടുകയും ചെയ്തു. അതിൽ യാതൊരു നടപടിയില്ല. വിജിലൻസ് കേസെടുത്തെങ്കിലും അന്വേഷണവുമായി മുന്നോട്ട് പോയില്ല. കേസ് അട്ടിമറിക്കാനാണ് ശ്രമിച്ചത് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് AN മുഹമ്മദ് കുട്ടി പുറത്തുവിടുന്നത്. കെബിൻ, എന്തായാലും ഇപ്പോൾ മുൻപുള്ള ആരോപണം എന്ന് വെച്ചാൽ PSC നിയമനത്തിന് വേണ്ടി കോഴ വാങ്ങി എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ ഈ ഒരു ആരോപണം കുറച്ചും കൂടി ഗൗരവകരമാണ്. കാരണം അത്തരമൊരു നിയമനം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. രമ്യ ഇപ്പോൾ PSCയിൽ അംഗമാണ്. അപ്പോൾ ഈ ആരോപണം ഏത് രീതിയിലായിരിക്കും ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? വലിയ പ്രതിഷേധത്തിന് മുതിരുമോ? ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് അതേപോലെ തന്നെ കൂടുതൽ തെളിവുകൾ, ആദ്യഘട്ട തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. 1.5 മണിക്കൂറോളം ദൈർഘ്യമുള്ള ശബ്ദ സംഭാഷണങ്ങൾ തന്റെ പക്കലുണ്ട് എന്നാണ് നിലവിൽ AN മുഹമ്മദ് കുട്ടി അറിയിച്ചിരിക്കുന്നത്. അത് വരും ദിവസങ്ങളിൽ ഉൾപ്പെടെ പുറത്തുവിട്ടുകൊണ്ട് സർക്കാർ നഷ്ടത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുന്നതിനെ ശക്തമായ പ്രതിഷേധത്തിലൂടെയും സമരങ്ങളിലൂടെയും നേരിടുമെന്നാണ് പറയുന്നത്.
ശരി കെബിൻ, PSC അംഗത്വ നിയമനത്തിനായി PC ചാക്കോ കോഴ വാങ്ങിയെന്നാണ് ഇപ്പോൾ ആരോപണം. NDA മുന്നണിയിലുള്ള NCPയുടെ നേതാവാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. PSC അംഗം VR രമ്യയുടെ നിയമനത്തിന് PC ചാക്കോ 55 ലക്ഷം രൂപ കോഴയായി വാങ്ങിയെന്നാണ് NCP സംസ്ഥാന പ്രസിഡന്റ് NA മുഹമ്മദ് കുട്ടി ആരോപിക്കുന്നത്.